Ladies and gentlemen, the President of the United States and the Prime Minister of the State of Israel. എല്ലാവർക്കും നമസ്കാരം. ഇതൊരു വലിയ ദിവസമാണ്. ഒരുപക്ഷെ നാഗരികതയുടെ ചരിത്രത്തിലെ മഹത്തായ ദിവസങ്ങളിൽ ഒന്ന്. 100 കണക്കിന് വർഷങ്ങളായി അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സമാധാനപരമായ രീതിയിൽ പരിഹരിക്കപ്പെടാൻ പോകുന്നത്. നമ്മൾ സമാധാനത്തിന് വളരെ വളരെ അടുത്താണ് എന്ന് ഞാൻ കരുതുന്നു. നമ്മൾ വളരെ അടുത്തതിനും അപ്പുറമാണ്. കൂടാതെ ഇതിലിടപെട്ട് തൻ്റെ കർത്തവ്യം ചെയ്തതിന് ഞാൻ നെതന്യാഹുവിനോട് നന്ദി അറിയിക്കുന്നു. മറ്റു നിരവധി രാജ്യങ്ങളുമായി നമ്മൾ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും മറ്റ് നിരവധി രാജ്യങ്ങളുമായി ഈ ഒരു സാഹചര്യം പരിഹരിക്കാനുള്ള ഏകമാർഗം ആരായുകയായിരുന്നു. ഞാൻ ഗാസയെക്കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്. ഗാസ ഒരു പ്രധാന കാര്യം തന്നെയാണ്. എന്നാൽ ഗാസയ്ക്കും അപ്പുറമുള്ളതിനെക്കുറിച്ച് കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. എല്ലാം പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു മുഴുവനായ കരാർ. ഇതിനെ മധ്യപൂർവ്വദേശത്തെ സമാധാനം എന്നാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനാൽ ഇന്ന് സമാധാനത്തിൻ്റെ ഒരു ചരിത്രപരമായ ദിവസമാണ്. പ്രധാനമന്ത്രി നെതന്യാഹുവും ഞാനും ചേർന്നുകൊണ്ട് ഇറാൻ, വ്യാപാരം, എബ്രഹാം ഉടമ്പടികളുടെ വിപുലീകരണം, ഏറ്റവും പ്രധാനമായി ഗാസയിലെ യുദ്ധം എങ്ങനെ സമാധാന പാതയിൽ അവസാനിപ്പിക്കാം എന്നിവയുൾപ്പെടെ നിരവധി സുപ്രധാന വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത ഒരു വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. എന്നാൽ ഇത് വലിയ ചിത്രത്തിൻ്റെ ഒരു ഭാഗം മാത്രമായി ഇപ്പോൾ കണ്ടാൽ മതി. അതിനെ നമുക്ക് മധ്യപൂർവ്വ ദേശത്തെ ശാശ്വതമായ സമാധാനം എന്ന് വിളിക്കാം. ആരും പ്രതീക്ഷിച്ചതിലും വളരെ അപ്പുറമാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ. മധ്യപൂർവ്വ ദേശത്തെ രാജ്യങ്ങളിൽ നിന്നും, ഇസ്രായേലിൻ്റെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്നും, ഇസ്രായേലിൻ്റെ അയൽ രാജ്യങ്ങളിൽ നിന്നും എനിക്ക് ലഭിച്ച പിന്തുണ അവിശ്വസനീയമായിരുന്നു. അവിശ്വസനീയം. അവരെല്ലാവരും ഇന്ന് ഉച്ചയ്ക്ക് മേഖലയിലുടനീളമുള്ള ഞങ്ങളുടെ സുഹൃത്തുക്കളുമായും പങ്കാളികളുമായും വിപുലമായ കൂടിയാലോചനകൾക്ക് ശേഷം ഞാൻ ഔദ്യോഗികമായി ഞങ്ങളുടെ സമാധാന തത്വങ്ങൾ പുറത്തിറക്കുകയാണ്. ഇത് ആളുകൾക്ക് ശരിക്കും ഇഷ്ടപ്പെടും. ഞാൻ പറയുന്നു, നമ്മൾ പതിവായി ചെയ്യുന്നത് പോലെയല്ല ഇത് ചെയ്തത്. നമ്മൾ സംസാരിക്കുന്ന രാജ്യങ്ങളുമായി പൂർണ്ണമായ പരിഗണനയോടെയും സഹകരിച്ചുമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഈ രാജ്യങ്ങളെല്ലാം ഈ നിർദ്ദേശങ്ങൾക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. ഈ നിർദ്ദേശം വികസിപ്പിച്ചെടുക്കുന്നതിൽ അവിശ്വസനീയമായ പിന്തുണ നൽകിയ നിരവധി അറബ്, മുസ്ലിം രാജ്യങ്ങളിലെ നേതാക്കൾക്ക്, അതുപോലെ യൂറോപ്പിലെ ഞങ്ങളുടെ പല സഖ്യകക്ഷികൾക്കും ഞാൻ ഈ സമയം നന്ദി രേഖപ്പെടുത്തുന്നു. യൂറോപ്പ് ഇതിൽ വളരെയധികം പങ്കാളിയായി. യൂറോപ്യൻ നേതാക്കളിൽ പലരും എന്നെ വിളിച്ചിരുന്നു. അവരിൽ ഭൂരിഭാഗവും ഇങ്ങനെ പറഞ്ഞു, ഇത് സത്യമാണോ? നിങ്ങൾ ശരിക്കും മധ്യപൂർവ്വ ദേശത്ത് സമാധാനം കൊണ്ടുവരികയാണോ? ഞങ്ങൾ കേട്ടതിൽ വെച്ച് ഏറ്റവും അവിശ്വസനീയമായ ഒരു ചരിത്രപരമായ കാര്യമാണിത്. ചിലർ കരുതുന്നത് അവർ ഇന്നുവരെ കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ മികച്ച കാര്യമാണിതെന്നാണ്. അവർ വിളിച്ചത് ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ അറിയാനും വ്യക്തത വരുത്താനും മാത്രമാണ്. ഇത് വെറുമൊരു കിംവദന്തിയാണോ അതോ ശരിക്കും ചെയ്തോ എന്നൊക്കെ വ്യക്തമായിട്ടറിയാൻ. എന്നിട്ട് അവർ ചോദിച്ചു, നിങ്ങൾ അറബ് നേതാക്കളുമായി സംസാരിച്ചോ? ഇതിൽ നമ്മൾ ഒരുപാട് പേരെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങൾ മറ്റെല്ലാ നേതാക്കളുമായും സംസാരിച്ചോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവർ ഉത്തരവാദിത്വത്തോടെ എന്നോട് ചോദിച്ചു. പ്രധാനമായും ഈ സമാധാന പദ്ധതി അംഗീകരിച്ചതിനും നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഇത്രയേറെ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി നമ്മൾ കണ്ട മരണത്തിനും നാശത്തിനും ശാശ്വതമായ അറുതി വരുത്താനും മുഴുവൻ മേഖലയ്ക്കും സുരക്ഷയുടെയും സമാധാനത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു പുതിയ അധ്യായം തന്നെ ആരംഭിക്കാനും കഴിയുമെന്ന് വിശ്വസിച്ചതിനും ഞാൻ മഹത്തായ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി രാജ്യങ്ങളുമായി നടന്ന സുപ്രധാനമായ കൂടിക്കാഴ്ചകളെക്കുറിച്ചും വളരെ മികച്ച സംഭാഷണങ്ങളെക്കുറിച്ചും ഞാൻ പറയാം. ഉദാഹരണത്തിന്, സൗദി അറേബ്യയിലെ രാജാവ് ഒരു അസാധാരണ വ്യക്തിത്വമാണ്.
ഖത്തറിലെ അമീർ, ഇവർ എല്ലാവരും തന്നെ അവിശ്വസനീയരായ ആളുകളാണ്. UAEയും അതായത് NBZും ABCയും നമ്മളോട് പൂർണ്ണമായിട്ടും സഹകരിച്ചു. നമ്മൾ നിരന്തരം ഇടപെട്ടിരുന്ന ആളുകൾ ഇവരാണ്. ഈ ചർച്ചകളിൽ വളരെ സജീവമായി പങ്കെടുത്തവരാണ്. ആശയങ്ങൾ നൽകിയവരാണ്. അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നതും അല്ലാത്തതുമായ കാര്യങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞു തന്നവരാണ്. ഇത് വളരെ സങ്കീർണമായ കാര്യമാണല്ലോ. എൻ്റെ ഒരു ഊഹം 2000-3000 വർഷങ്ങൾക്ക് ശേഷവും ഇത്രയും സങ്കീർണമായിരുന്നു, അല്ലെങ്കിൽ ഇത് വളരെ മുമ്പേ നടക്കുമായിരുന്നു. ജോർദാൻ രാജാവ് യുണൈറ്റഡ് നേഷൻസിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു, നിങ്ങൾക്കറിയാമല്ലോ. തുർക്കി പ്രസിഡന്റ് എർദോഗൻ, അദ്ദേഹം എൻ്റെ സുഹൃത്താണ്, ശക്തനായ മനുഷ്യനാണ്, വളരെ നല്ല മനുഷ്യനാണ്. ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ്, അദ്ദേഹം ഒരു അത്ഭുത മനുഷ്യനായ നേതാവാണ്. പ്രാബോ, അദ്ദേഹവും എല്ലാവരും തന്നെ ബഹുമാനിക്കുന്ന മികച്ച നേതാവാണ്. അദ്ദേഹം ഞങ്ങളോടൊപ്പം മുറിയിലുണ്ടായിരുന്നു. ഞാൻ പറയുന്ന ഈ ആളുകളിൽ ഭൂരിഭാഗവും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. മറ്റുള്ളവരുമായി ഞാൻ ഫോണിലൂടെയും അടുത്ത ദിവസങ്ങളിലും സംസാരിച്ചിരുന്നു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും ഫീൽഡ് മാർഷലും തുടക്കം മുതൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. അവിശ്വസനീയമെന്നേ പറയാനാവൂ. വാസ്തവത്തിൽ അവർ ഈ കരാറിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്ന് ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തിറക്കുന്നു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അവർ അത് ചെയ്യുകയായിരുന്നു. അവർ പറഞ്ഞു, സർ, പാകിസ്ഥാൻ പ്രധാനമന്ത്രിയിൽ നിന്നും ഫീൽഡ് മാർഷലിൽ നിന്നും ഒരു അറിയിപ്പുണ്ട്, ഒരു പ്രധാന അറിയിപ്പ്. അവർ ഇതിന് 100% പിന്തുണ നൽകിയിരിക്കുന്നു. ഈജിപ്തിലെ പ്രസിഡന്റ്, അദ്ദേഹം വളരെ മികച്ച മനുഷ്യനാണ്. ഇവരെല്ലാം ഞാൻ വർഷങ്ങളായി അറിഞ്ഞിട്ടുള്ള മികച്ച വ്യക്തികളാണ്. എൻ്റെ ഒരു നിഗമനം പറഞ്ഞാൽ ഇത് 2015 തുടങ്ങിയിരുന്നു. എന്നിട്ട് 2016 ഔദ്യോഗികമായി എൻ്റെ പ്രസിഡൻസി തുടങ്ങിയപ്പോൾ മുതൽ മുന്നോട്ട് പോയതാണ്. എനിക്ക് ഇവരെല്ലാം കുറച്ച് കാലമായി അറിയാവുന്നതിനാൽ ഇത്തരം മിക്ക കേസുകളിലും അവർ മഹത്തായ മനുഷ്യരാണെന്ന് അറിയാം. എല്ലാ കേസുകളിലും എന്ന് ഞാൻ പറയില്ല, പക്ഷേ മിക്ക കേസുകളിലും അവർ മഹത്തായ മനുഷ്യരാണ്. ചില മഹതികളും ഇക്കൂട്ടത്തിലുണ്ട്, എങ്കിലും കൂടുതലും പുരുഷന്മാരാണ്. പക്ഷേ മികച്ച വനിതകളും ഇതിൻ്റെ ഭാഗമാണെന്ന് ഞാൻ പറയും. ഇനി തീരുമാനിക്കേണ്ടത് ഹമാസ് ആണ്. ഹമാസ് അംഗീകരിക്കുകയാണെങ്കിൽ ഈ നിർദ്ദേശമനുസരിച്ച് ബാക്കിയുള്ള എല്ലാ ബന്ദികളെയും ഉടനടി വിട്ടയക്കണം. എന്നാൽ അതിനുള്ള സമയപരിമിതി ഒരു കാരണവശാലും 72 മണിക്കൂറിൽ കൂടരുത്. ബന്ദികളെ തിരികെ കൊണ്ടുവരും. ഇത് പറയുന്നത് പോലും എനിക്കിഷ്ടമല്ല, കാരണം ഇത് ശരിയായ ഭാഷയല്ല. പക്ഷേ ഇത് മാതാപിതാക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓർക്കൂ, ആ യുവാക്കളുടെ മൃതദേഹങ്ങൾ, മിക്കവാറും എല്ലാ കേസുകളിലും ആ യുവാക്കളെ ഉടൻ തിരികെ കൊണ്ടുവരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ മാതാപിതാക്കളെ കണ്ടിരുന്നു. തങ്ങളുടെ മരിച്ച മകൻ്റെ മൃതദേഹം തിരികെ കിട്ടുന്നതിൽ, മകൻ ജീവനോടെയും ആരോഗ്യത്തോടെയും തിരികെ കിട്ടുന്നത് പോലെ ശക്തമായ വികാരമായിരുന്നു അവർക്ക്. അതവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിനർത്ഥം നടക്കുന്ന യുദ്ധങ്ങളെല്ലാം ഉടനടി അവസാനിക്കുമെന്നാണ്. ഗാസ മാത്രമല്ല, ആ യുദ്ധം തന്നെ. ഈ പദ്ധതി പ്രകാരം അറബ് മുസ്ലിം രാജ്യങ്ങൾ ഗാസയെ സൈനികരഹിതമാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. പല കേസുകളിലും അവരത് എഴുതി നൽകിയിട്ടുണ്ട്. എങ്കിലും ഞാനിപ്പോൾ അവർ നൽകിയ വാക്ക് വിശ്വസിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾ, ഞാൻ അവരുടെ വാക്ക് വളരെ 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 അധികം വിശ്വസിക്കുന്നുണ്ട്. ഹമാസിൻ്റെയും മറ്റു എല്ലാ ഭീകര സംഘടനകളുടെയും സൈനിക ശേഷി ഉടൻ ഇല്ലാതാക്കണം. അത് ഉടൻ തന്നെ ചെയ്യണം. ഹമാസുമായി ഇടപെടാൻ ഞാൻ ഇവിടെ പേര് പറഞ്ഞ പല രാജ്യങ്ങളെയും അതിലെ നേതാക്കളെയും ആശ്രയിക്കുക തന്നെ ചെയ്യും. ഹമാസും ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. അതൊരു നല്ല കാര്യമാണ്. കൂടാതെ എല്ലാ ഭീകര ഇൻഫ്രാസ്ട്രക്ചറുകളും, തുരങ്കങ്ങൾ, ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നിവ ഉൾപ്പെടെ നശിപ്പിച്ചിരിക്കണം. ധാരാളം ഉൽപാദന സൗകര്യങ്ങൾ അവർക്കുണ്ട്. നിലവിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രദേശങ്ങളിലെ, പ്രത്യേകിച്ച് ഗാസയിലും പരിസരങ്ങളിലുമുള്ള പ്രാദേശിക പോലീസ് സേനകളെ പരിശീലിപ്പിക്കാനും അവർ സഹായിക്കും. മാത്രമല്ല, ഗാസയിലെ പുതിയ ഇടക്കാല അതോറിറ്റിയുമായി സഹകരിച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം ഘട്ടം ഘട്ടമായി പിൻവാങ്ങുന്നതിനുള്ള സമയരേഖ എല്ലാ കക്ഷികളും അംഗീകരിക്കും. അവർ ഘട്ടം ഘട്ടമായി പിൻവാങ്ങും.
ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്ന പാതയിൽ കാര്യങ്ങൾ പുരോഗമിക്കുമ്പോൾ വെടിവെപ്പ് ഉണ്ടാകില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹമാസുമായി ഇടപെടുന്നതിനുള്ള ഈ പ്രതിബദ്ധതകൾ നിറവേറ്റാൻ അറബ് മുസ്ലിം രാജ്യങ്ങൾ അനുവദിക്കണം. അവരുമായി ഇടപെടണം. കാരണം നമ്മൾ ഇടപെടാത്ത ഒരേയൊരു സംഘം അവരാണ്. ഞാൻ അവരുമായി ഇടപെട്ടിട്ടില്ല. എന്നാൽ അറബ് രാജ്യങ്ങളും മുസ്ലിം രാജ്യങ്ങളും ഹമാസുമായി ഇടപെടും. അവർ ഇതിനകം അവിടെ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവർക്കിടയിൽ ഒരു ധാരണയുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ അവർ അത് പറഞ്ഞിട്ടുണ്ടാകില്ല. പക്ഷേ അവർ ഇത്രയും ദൂരം പോയ സ്ഥിതിക്ക് എനിക്ക് ഊഹിക്കാൻ കഴിയും. ഇനി അവർക്ക് കഴിയുന്നില്ലെങ്കിൽ ഇസ്രായേലിന് അതിനുള്ള സമ്പൂർണ്ണ അവകാശമുണ്ടായിരിക്കും. മാത്രമല്ല, ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയും US-ൻ്റെ പൂർണ്ണ പിന്തുണയും ഉണ്ടായിരിക്കും. മാർക്കോ ഇവിടെയുണ്ട്. ഞങ്ങളുടെ മറ്റു പല നേതാക്കളും ഇവിടെയുണ്ട്. ഞങ്ങളുടെ മഹാനായ വൈസ് പ്രസിഡന്റ് സൂസി വൈൽസ്, സ്റ്റീവ് വിറ്റ്, ജാരദ് കുഷ്ണർ, ഇങ്ങനെ ഒരുപാട് പേരിവിടെയുണ്ട്. ഈ ഒരു പ്രക്രിയയിൽ അവർ വളരെയധികം പങ്കാളികളായിട്ടുണ്ട്. മറ്റാർക്കും ഇത് ചെയ്യാൻ കഴിയുമായിരുന്നുവെന്നോ ഇതിനടുത്തു പോലും എത്താൻ കഴിയുമായിരുന്നുവെന്നോ ഞാൻ കരുതുന്നില്ല. എന്നാൽ നമ്മളവിടെ എത്തിച്ചേർന്നു. അതെ, നമ്മൾക്ക് മാത്രം അതിന് കഴിഞ്ഞു. ആയിരക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ ഇതാദ്യമായി. നിങ്ങൾ ഇതേക്കുറിച്ച് ശരിക്കും അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ, നിങ്ങളൊരു പണ്ഡിതനാണെങ്കിൽ നിങ്ങൾക്ക് ഇക്കാര്യം കൃത്യമായി പറയാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ. ഇപ്പോഴിതാ ഒരു പരിഹാര നയം ഞങ്ങൾ മുൻകൈ എടുത്ത് കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഇതിലൊരു കൂറുമാറ്റം ഇനി അനുവദിക്കില്ല. ഇനിയും തുടർന്നാൽ ഹമാസിൻ്റെ ഭീഷണി ഇല്ലാതാക്കുന്ന ജോലി പൂർത്തിയാക്കാൻ ഇസ്രായേലിന് ഞങ്ങളുടെ പൂർണ്ണ പിന്തുണ നൽകേണ്ടി വരുമെന്ന് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ നമുക്ക് സമാധാനത്തിന് ഒരു കരാർ മതിയെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതല്ലേ നല്ലത്? ഇനി എങ്ങാനും ഹമാസ് ബാക്കിയുള്ള എല്ലാവരും അംഗീകരിച്ച ഈ കരാർ നിരസിക്കുകയാണെങ്കിൽ, അതെപ്പോഴും സംഭവിക്കാറുണ്ട്, പക്ഷേ നമുക്കൊരു നല്ല മറുപടി അവരിൽ നിന്ന് ലഭിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾക്കറിയാം അതിൻ്റെ ഭവിഷ്യത്തുകൾ. ബെഞ്ചമിൻ നെതന്യാഹു എന്ന എൻ്റെ ബിബി, അദ്ദേഹം ചെയ്യാൻ പോകുന്ന ഏതൊരു കാര്യത്തിനും ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടാകും. ആത്യന്തികമായി ഫലത്തിൽ മേഖലയിൽ ഉന്മൂലനമായിരിക്കും സംഭവിക്കുക. ആ അപകടത്തിന് കാരണം ഹമാസാണ് എന്ന് എല്ലാവരും ഉറക്കെ പറയുകയും ചെയ്യും. ഹമാസിനോട് പറയാനുള്ളത്, ഭീകരതയുടെ ഈ സ്വേച്ഛാധിപത്യം നിങ്ങൾ അവസാനിപ്പിക്കണം. ഇത് നമ്മൾ വീണ്ടും വീണ്ടും ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഇതാണ് ശാശ്വതമായിട്ടുള്ളത്. ഈ ശ്രമത്തിൻ്റെ വിജയമുറപ്പാക്കാൻ എൻ്റെ പദ്ധതി ഒരു പുതിയ അന്താരാഷ്ട്ര മേൽനോട്ട സമിതി രൂപീകരിക്കാൻ പോവുകയാണ്. ബോർഡ് ഓഫ് പീസ്. നമ്മളതിനെ ബോർഡ് ഓഫ് പീസ് എന്നാണ് വിളിക്കുന്നത്. മനോഹരമായ പേര്, ബോർഡ് ഓഫ് പീസ്. ഇത് എൻ്റെ അപേക്ഷ പ്രകാരമല്ല, എന്നെ വിശ്വസിക്കൂ. എനിക്ക് തിരക്കുണ്ട്, പക്ഷേ ഇത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞാൻ കൃത്യമായി ഉറപ്പുവരുത്തും. അറബ് ലോകത്തെ നേതാക്കളും ഇസ്രായേലും ഉൾപ്പെട്ട എല്ലാവരും എന്നോട് ഇത് ചെയ്യാൻ ആവശ്യപ്പെട്ടതിനാലാണ് ഞാൻ ഇതിന് നേതൃത്വം നൽകുന്നത് പോലും. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ ഡൊണാൾഡ് ജെ ട്രംപ് എന്ന എനിക്ക് ഇതൊരു അധിക ജോലിയല്ല. ഞാൻ ആഗ്രഹിക്കുന്ന ഒന്നാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഞാൻ അത് ചെയ്യാനും തയ്യാറാണ്. നമ്മൾ അത് ശരിയായി ചെയ്യുക തന്നെ ചെയ്യും. കൂടാതെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കളെയും വളരെ പ്രമുഖരായ നേതാക്കളെയും നമ്മൾ ഇക്കാര്യത്തിൽ ഉൾപ്പെടുത്തും. നമുക്കൊരു ബോർഡ് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞല്ലോ. ആ ബോർഡിൽ നമ്മോടൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരിൽ ഒരാളാണ് UK-യുടെ മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ. നല്ലൊരു മനുഷ്യൻ, വളരെ നല്ല മനുഷ്യൻ. കൂടാതെ മറ്റു ചിലരും ഉണ്ടാകും. അവരുടെ പേരുകൾ അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ പ്രഖ്യാപിക്കും. ഇതൊരു വളരെ ശക്തമായ ബോർഡായിരിക്കും. എല്ലാവർക്കും അതിൽ പങ്കാളിയാകാൻ ആഗ്രഹമുണ്ട്. അതിനെൻ്റെ പേരുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. അവർ എൻ്റെ പേര് പറഞ്ഞു എന്നേ ഉള്ളൂ. അതോടെ മറ്റെല്ലാവർക്കും അതിൽ ചേരാൻ വലിയ ആഗ്രഹമായി. അവർ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത്, ഇദ്ദേഹം നല്ലൊരു മൃദുല മനസ്കനാണല്ലോ, അതുകൊണ്ട് കൈകാര്യം ചെയ്യാൻ എളുപ്പമായിരിക്കും എന്നാവാം. അത് അവരോട് ചോദിക്കണം. പ്രധാനമായും ലോകബാങ്കുമായി സഹകരിച്ച് ഫലസ്തീനികളും ലോകമെമ്പാടുമുള്ള ഉയർന്ന യോഗ്യതയുള്ള വിദഗ്ധരും ഉൾപ്പെട്ട ഒരു പുതിയ ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുന്നതിനും പരിശീലിപ്പിക്കുന്നതിനും
ബോർഡിൽ ഉള്ളവർ ഉത്തരവാദികളായിരിക്കും. ഹമാസിനും മറ്റു ഭീകര വിഭാഗങ്ങൾക്കും ഈ ബോർഡിൽ ഒരു പങ്കും ഉണ്ടായിരിക്കില്ല എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഗാസയുടെ ഭരണത്തിൽ നേരിട്ടോ അല്ലാതെയോ അവർക്ക് ഒരു പങ്കും ഇനി ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്കറിയാമല്ലോ ആയിരക്കണക്കിന് ഹമാസ് നേതാക്കളും സൈനികരും കൊല്ലപ്പെട്ട കാര്യങ്ങൾ. ഒക്ടോബർ 7 നമുക്കൊരിക്കലും മറക്കാനാവില്ല. ആയിരക്കണക്കിന് പേർ അതിന് വില നൽകി. ഇപ്പോൾ നമ്മുടെ ബന്ദികളെ തിരികെ കൊണ്ടുവരാനും മഹത്തരവും വളരെ പ്രധാനപ്പെട്ടതുമായ ഒന്ന് കെട്ടിപ്പടുക്കാൻ ശ്രമിക്കാനും സമയമായിരിക്കുന്നു. ഇന്നത്തെ ഞങ്ങളുടെ കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നെതന്യാഹു ഒരു സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം എന്ന സങ്കല്പത്തിനെതിരായ തൻ്റെ എതിർപ്പ് വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. അദ്ദേഹം നിരന്തരം ഒക്ടോബർ 7 ഓർമ്മിപ്പിക്കുന്നു. അത് മിക്ക ആളുകളും അങ്ങനെ തന്നെയാണ് പറയുന്നത് എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത്തരം പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ നിലപാടിനെ ഞാൻ മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നയാളാണ്. ഇന്ന് അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ഇസ്രായേലിന് വളരെ ഗുണകരമാണ്. ഇസ്രായേലിൽ എപ്പോഴും വലിയ ജനക്കൂട്ടം തടിച്ചുകൂടുന്നുണ്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചു. അവർ എൻ്റെ പേര് ഉയർത്തിക്കാട്ടുന്നു. എന്തോ കാരണവശാൽ അവർക്കെന്നെ ഇഷ്ടമാണ്, അല്ലേ ബിബി? അതെന്താണ് എന്നെനിക്കറിയില്ല. പക്ഷേ അവർക്ക് എന്നെ ഇഷ്ടമാണ്. അവർ എന്നോട് 2 കാര്യങ്ങളാണ് പറയുന്നത്. ദയവായി ബന്ദികളെ തിരികെ കൊണ്ടുവരിക, ദയവായി യുദ്ധം അവസാനിപ്പിക്കുക. അവർക്ക് മതിയായി. ഇനി ഇത് തുടരാൻ താല്പര്യമില്ലാതെയായിരിക്കുന്നു. അതിനാൽ ഇപ്പോൾ നെതന്യാഹു എൻ്റെ ബിബി ചെയ്യുന്നത് വളരെ ജനപ്രിയമായ ഒരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം അദ്ദേഹം ഒരു യോദ്ധാവാണ്. വെറും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ചിന്ത പോലുമില്ല. കാരണം അദ്ദേഹം യോദ്ധാവല്ലേ. ഇസ്രായേലിന് അദ്ദേഹത്തെ പോലൊരു ഭരണാധികാരിയെ ലഭിച്ചത് വലിയൊരു സൗഭാഗ്യമാണ്. എന്നാൽ ഇപ്പോൾ ജനങ്ങൾ സമാധാനത്തിലേക്ക് മടങ്ങി വരാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. യഥാർത്ഥ അർത്ഥത്തിൽ ഒരു സാധാരണ നിലയിലേക്ക് തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നു. ചില രാജ്യങ്ങൾ വിഡ്ഢികളെ പോലെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതായി കണ്ടു. നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളുടെ ചില യൂറോപ്യൻ സുഹൃത്തുക്കൾ, സഖ്യകക്ഷികൾ നല്ല ആളുകളൊക്കെ തന്നെയാണ്. പക്ഷേ അവർ അങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പതിറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രതിവിധിയില്ലാതെ അവർ മടുത്തത് കൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നു. അവർ വർഷങ്ങളായി പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരുമാണ്. ഈ സമയം അത്രയും മധ്യപൂർവ്വ ദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവർ വീണ്ടും വീണ്ടും ഒരേ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. അവർക്ക് ഈ ദുരിതം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നെക്കാളോ ഞാൻ വിശ്വസിക്കുന്ന ബിബിയെക്കാളോ കൂടുതൽ ആരും അത് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ കൂടിയും അതിതീവ്രമായി ഇസ്രായേലി ജനത അതിപ്പോൾ ആഗ്രഹിക്കുന്നു. അവർ ശരിക്കും ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് ബന്ദികളെ തിരികെ വേണം. അതിൽ നമ്മൾ പറഞ്ഞ ആ 32 മൃതദേഹങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ജീവനോടെയുള്ള 20 പേരും മരിച്ച 32ഓളം പേരും. അവർക്കിനി സമാധാനം വേണം. നമ്മൾ എങ്ങനെ ഇവിടെ വരെ എത്തി എന്നത് മറക്കാതിരിക്കുക. ഹമാസിനെ തിരഞ്ഞെടുത്തത് പലസ്തീൻ ജനതയാണ്. ഇസ്രായേൽ ഒരിക്കൽ ഗാസയിൽ നിന്ന് പിൻവാങ്ങിയത് അവർ സമാധാനത്തോടെ ജീവിക്കുമെന്ന് കരുതിയാണ്. കുറച്ചു കാലം മുമ്പ് അവർ പിൻവാങ്ങിയത് ഓർമ്മയില്ലേ? അവർ അന്ന് പറഞ്ഞു, നിങ്ങളിത് എടുത്തോളൂ, ഇതാണ് സമാധാനത്തിന് ഞങ്ങളുടെ സംഭാവന. പക്ഷേ അതൊരിക്കലും നടന്നില്ല. അത് നടന്നില്ല. പിന്നീട് അവിടെ സംഭവിച്ചത് സമാധാനത്തിന് വിപരീതമായിരുന്നു. അവർ പിന്മാറി. അവർക്കത് കൈവശം വയ്ക്കാൻ അനുമതി നൽകി. ഒരു റിയൽ എസ്റ്റേറ്റ് വ്യക്തി എന്ന നിലയിൽ നോക്കിക്കണ്ടാൽ എനിക്കത് നല്ലൊരു കരാറായി തോന്നിയില്ല. അതിനാൽ ഞാൻ അന്നും അത് ഒരിക്കലും പിന്തുണച്ചിട്ടില്ല, മറന്നിട്ടുമില്ല. അവർ കടൽ തീരം വരെ വേണ്ടെന്ന് വെച്ചു. അവർ പറഞ്ഞു, ആരാണ് ഈ കരാർ ഇനി ചെയ്യുക? എന്നിട്ടും അത് നടപ്പിലായില്ല. സത്യത്തിൽ അവർ വളരെ ഉദാരമതികളായിരുന്നു. കൂടാതെ മധ്യപൂർവ്വ ദേശത്തെ പല രീതിയിലും നോക്കിയാൽ ഏറ്റവും മനോഹരമായ ഭൂപ്രദേശം തന്നെ അവർ വേണ്ടെന്ന് വെച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് സമാധാനം മാത്രമാണ്. ആ അപേക്ഷയെ പക്ഷേ ആരും മാനിച്ചില്ല. പലസ്തീനികൾക്ക് ഒരു മെച്ചപ്പെട്ട ജീവിതം കെട്ടിപ്പടുക്കുന്നതിന് പകരം ഹമാസ് ചെയ്തത് ആ വിഭവങ്ങൾ വഴിതിരിച്ചുവിട്ട് 400 മൈലിലധികം തുരങ്കങ്ങളും ഭീകര ഇൻഫ്രാസ്ട്രക്ചറുകളും റോക്കറ്റ് നിർമ്മാണ കേന്ദ്രങ്ങളും നിർമ്മിച്ചു.
കൂടാതെ ആശുപത്രികളിലും സ്കൂളുകളിലും പള്ളികളിലും അവരുടെ സൈനിക കമാൻഡ് പോസ്റ്റുകളും വിക്ഷേപണ കേന്ദ്രങ്ങളും ഒളിപ്പിച്ചു. അതിനാൽ നിങ്ങളെങ്ങാനും അവരെ പിന്തുടർന്ന് പോയാൽ നിങ്ങളറിയാതെ ഒരു ആശുപത്രിയോ സ്കൂളോ പള്ളിയോ അവർ തകർക്കാൻ സാധ്യതയുണ്ട്. ഒരു ഭയങ്കര കാര്യമാണോ ഇത്? വളരെ മോശമായ ഒരു വഴിയാണ് പോരാടാൻ അവർ തിരഞ്ഞെടുത്തത് പോലും. ഇങ്ങനെയുള്ള ഒരു പോരാട്ടവും നല്ലതല്ല. ഇത് ശരിക്കും മോശമായ പ്രവണതയാണ്. ഇപ്പോഴും സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം പലസ്തീനികളുണ്ട്. നിരവധി പേർ. ഞാൻ അവരിൽ പലരെയും കണ്ടിട്ടുണ്ട്. അവർക്ക് എൻ്റെ പിന്തുണയുണ്ട്. കൂടാതെ ഒപ്പം അവരുടെ വിധിക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞാൻ ഫലസ്തീനികളെ വെല്ലുവിളിക്കുകയാണ്. കാരണം അതാണ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത്. നമ്മൾ അവർക്ക് അവരുടെ വിധിക്ക് ഉത്തരവാദിത്തം നൽകുകയാണ്. ഭീകരവാദത്തെ നിങ്ങൾ പൂർണ്ണമായും അപലപിക്കുകയും നിരോധിക്കുകയും ചെയ്യുക. ശോഭനമായ ഭാവിക്കായി സ്വന്തമായി വഴി കണ്ടെത്തുക. അവർക്ക് ഹമാസിനൊപ്പമുള്ള ജീവിതം വേണ്ട. ഹമാസിനൊപ്പം അവർക്ക് ബുദ്ധിമുട്ടുള്ള ജീവിതമാണ് ഉണ്ടായിരുന്നത്. ഞാൻ മുന്നോട്ട് വെച്ച പരിഷ്കാരങ്ങൾ 2020 സമാധാനത്തിനായുള്ള എൻ്റെ വീക്ഷണം ഇനിയും ഈ ഫലസ്തീൻ അതോറിറ്റി പൂർത്തിയാക്കുന്നില്ലെങ്കിൽ അവർക്ക് സ്വയം കുറ്റപ്പെടുത്തേണ്ടി വരും. നമ്മൾ അവർക്ക് ഒരു അത്ഭുതകരമായ അവസരം ഇപ്പോൾ നൽകുകയാണ്. കൂടാതെ അറബ് ലോകത്തെയും മുസ്ലിം ലോകത്തെയും നേതാക്കളിൽ നിന്ന് അവർക്കിപ്പോൾ അതിശയകരമായ പിന്തുണയുണ്ട്. മഹത്തായ നേതാക്കൾ. ആ മഹത്തായ നേതാക്കൾ മഹത്തായ രാജ്യങ്ങളും വളരെ സമ്പന്നമായ രാജ്യങ്ങളും കെട്ടിപ്പടുത്ത അവിശ്വസനീയരായ നേതാക്കളാണ്. പലസ്തീനികൾക്ക് ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോവുകയെന്ന് പോലും ഇപ്പോൾ ശരിക്കും അറിയില്ല. എന്നാൽ നമ്മൾ ഇന്ന് മുന്നോട്ട് വെച്ച പദ്ധതിയിലൂടെ യുദ്ധം ഉടനടി അവസാനിക്കും. എല്ലാ ബന്ദികളെയും തിരികെ കൊണ്ടുവരും. എല്ലാം തിരികെ പൂർവാധികം മനോഹരമാകുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇതെല്ലാം പറയുമ്പോൾ പോലും വിശ്വസിക്കാൻ പ്രയാസമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫലസ്തീനികൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഭാവിയിൽ എന്നത് ഇപ്പോഴും അവർക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല. കൂടാതെ ഇസ്രായേലിൻ്റെ സുരക്ഷയ്ക്കും ഫലസ്തീൻ്റെ വിജയത്തിനും ശാശ്വതമായി നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ കൂടി സൃഷ്ടിക്കുന്നതിലും ഈ ഒരു നയം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്ന് ഞാൻ പറയട്ടെ. ഇസ്രായേലിൻ്റെ സുരക്ഷയിൽ നമ്മളും പങ്കാളിയാകും. ബിബി, അമേരിക്ക നിങ്ങളെ സഹായിക്കും. സുരക്ഷയിൽ സഹായിക്കുന്ന കാര്യത്തിൽ നമ്മൾ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഇത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി അങ്ങോട്ട് ഒരു വെടിവെപ്പും ഉണ്ടായിരിക്കരുത്. ചിലപ്പോൾ ഇപ്പോൾ വെടിവെപ്പ് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. കാരണം അതാണ് രീതി. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഒരു വെടിവെപ്പും ഉണ്ടാകേണ്ട കാര്യമില്ല. ഒരുപക്ഷെ എന്നേക്കുമായി. അത് നല്ലതല്ലേ? അത് സത്യമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ മേഖലയിലെ നേതൃത്വത്തിന് അത് സത്യമാകാൻ നല്ല സാധ്യതയുണ്ടെന്ന് തോന്നുന്നുവെന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും. അതുകൊണ്ട് ഈ കരാർ സുസ്ഥിരമായ ദീർഘകാല സമാധാനത്തിലേക്ക് നയിക്കട്ടെ. ചരിത്രത്തിൽ ഇസ്രായേൽ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റും എന്നെപ്പോലെ ഉണ്ടായിട്ടില്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. എബ്രഹാം ഉടമ്പടിയിൽ ചർച്ചകൾ നടത്തിയതിന് പുറമെ ഞാൻ അതങ്ങനെ പറയാൻ തന്നെ ഇഷ്ടപ്പെടുന്നു. കാരണം യഥാർത്ഥ ആളുകൾ അതിനെ എബ്രഹാം എന്നാണ് വിളിക്കുന്നത്. ഞാൻ എബ്രഹാം എന്ന് തന്നെ പറയും. കാരണം എബ്രഹാം എന്ന് പറയുമ്പോൾ കൂടുതൽ മനോഹരമാണ്, കൂടുതൽ ഗംഭീരമാണ്. എബ്രഹാം ഉടമ്പടികൾ അവ തികച്ചും അതിശയകരമാണ്. ജാരദ്, നിങ്ങൾ നിങ്ങളുടെ പ്രതിഭാശാലികളുടെ ഗ്രൂപ്പുമായി ചേർന്നാണ് അത് ചെയ്തത്. അത് ചെയ്യാൻ കഴിയുമെന്ന് ആരും കരുതിയിരുന്നില്ല. നമുക്ക് 4 രാജ്യങ്ങളുണ്ട്. കൂടാതെ ഇവിടെ ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു പ്രസിഡന്റ് ഉറക്കം തൂങ്ങി ജോ ബൈഡൻ ഒരു കാര്യവും ഇക്കാര്യത്തിൽ ചെയ്തിട്ടില്ല. എന്താണ് ഇതെന്ന് പോലും അദ്ദേഹത്തിന് ഒരു സാമാന്യ ധാരണ പോലും ഇല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം അതെല്ലാം മികച്ച രീതിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കണമായിരുന്നു. എന്നാൽ ഞാൻ ഇടപെടുന്ന ഈ സമാധാന കരാർ എല്ലാവരെയും കൂട്ടിച്ചേർക്കാൻ ഇടയാക്കുമെന്ന് ഞാൻ കരുതുന്നു. ഓർത്തു നോക്കൂ, ഒരുപക്ഷെ ഇറാൻ പോലും അതിൽ ചേർന്നേക്കാം. ഇറാനുമായി നമുക്ക് ഒത്തുപോകാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവർ അതിന് തയ്യാറാകുമെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ശരിക്കും ശുഭപ്രതീക്ഷയിൽ ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ട്. ഇറാന് ഒരു അംഗമാകാൻ കഴിയും. പണ്ടേ ഞാൻ പറഞ്ഞതാണ്, ഒരു ഘട്ടത്തിൽ ഇറാൻ ഈ ഉടമ്പടികളിൽ ഒരു അംഗമാകുമെന്ന്. അത് ഈ ഒരു വഴിത്തിരിവാകും എന്ന് ഞാൻ അല്പം പോലും മനസ്സിലാക്കിയല്ല ആ പറഞ്ഞത്. ബീറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ ചെയ്തത് ഒരു വഴിത്തിരിവായിരുന്നു.
പക്ഷേ അവർ വളരെ വേഗം അവിടെ എത്തുമെന്ന് ഞാൻ കരുതുന്നു. കാരണം സാമ്പത്തികമായി അവർക്ക് ഇത് വലിയൊരു കാര്യമാണ്. ഇസ്രായേലിൻ്റെ ശാശ്വത തലസ്ഥാനത്തെ ഞാൻ അംഗീകരിക്കുകയും ജെറുസലേമിൽ ഞാൻ അമേരിക്കൻ എംബസി തുറക്കുകയും ചെയ്തു. അതൊരിക്കലും ചെയ്യാൻ കഴിയില്ലെന്ന് എല്ലാവരും പറഞ്ഞ ഒരു കാര്യമായിരുന്നു. ഒരിക്കലും ചെയ്യാൻ കഴിയില്ലത്രേ. വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം മിക്കവാറും എല്ലാ പ്രസിഡന്റുമാരും ജെറുസലേമിനെ ഇസ്രായേലിൻ്റെ തലസ്ഥാനമാക്കുമെന്ന് പറഞ്ഞ് പ്രചാരണം വരെ നടത്തിയിരുന്നു. അവർ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഒരുപാട് പ്രചാരണം നടത്തി. അത് ശരിയല്ലേ സ്റ്റീവ്? എല്ലാവരും ഓരോന്ന് അതിനെക്കുറിച്ച് പറഞ്ഞ് പ്രചരിപ്പിച്ചു. ഞാൻ അധികാരത്തിലെത്തിയപ്പോൾ, ഓഫീസിലെത്തിയ ശേഷം ഞാനും അത് ചെയ്തു കാണിക്കുമെന്ന് നിസ്സംശയം പറഞ്ഞു. അപ്പോഴേക്കും വിവിധ രാജ്യങ്ങളിലെ നേതാക്കളിൽ നിന്ന് എനിക്ക് കോളുകൾ വന്നു. ദയവായി അത് ചെയ്യരുത്, ദയവായി അത് ചെയ്യരുത്, അത് ലോകത്തെ മുഴുവൻ അവസാനിപ്പിക്കും, ദയവായി അത് ചെയ്യരുത്. ഞാൻ ഒന്നും അവരോട് പറഞ്ഞില്ല. എന്നിട്ട് ഞാനത് ചെയ്ത് കാണിച്ചു. അത് ചെയ്യുന്നതിന് മുമ്പ് ആളുകൾ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. കാരണം ഞാനത് ചെയ്യാൻ പോകുന്നു എന്നവർ കേട്ടു. രാജ്യങ്ങളിലെ നേതാക്കൾ എന്നെ ഒരുപാട് വിളിച്ചു. ഒരു വ്യാഴാഴ്ചയാണ് അത് ചെയ്തതെന്ന് ഞാൻ ഓർക്കുന്നു. അവർ എന്നെ തിങ്കളാഴ്ച, ചൊവ്വാഴ്ച, ബുധനാഴ്ച ദിവസത്തിൽ 3-4 തവണ വരെ വിളിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, വെള്ളിയാഴ്ച തിരികെ വിളിക്കാം. എന്നിട്ട് ഞാൻ വ്യാഴാഴ്ച അത് പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ആളുകളെ ഞാൻ തിരികെ വിളിച്ചു. അവർ ചോദിച്ചു, നിങ്ങളത് ചെയ്തല്ലേ? ഞാൻ ചോദിച്ചു, എന്തു ചെയ്തു? നിങ്ങൾ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി ജെറുസലേമിനെ പ്രഖ്യാപിച്ചല്ലേ? ഞങ്ങൾക്കതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കണമായിരുന്നു. ഞാൻ പറഞ്ഞു, ഓ, നിങ്ങൾ എന്നെ കുറച്ചുകൂടി നേരത്തെ വിളിക്കണമായിരുന്നു. ഒരുപക്ഷെ എനിക്ക് അക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞേനെ. അങ്ങനെ അത് പരിഹരിക്കാൻ എനിക്ക് കഴിഞ്ഞു. ഒരു തർക്കത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ എളുപ്പമായിരുന്നു അങ്ങനെ ഒരു പരിഹാരം. അവർ എന്തിനാണ് വിളിക്കുന്നതെന്ന് എനിക്കറിയാമായിരുന്നു. എന്നിട്ടും ഞാൻ ആ തീരുമാനമെടുത്തപ്പോൾ അത് വളരെ അതിശയകരമായി മാറി. ഒരു കൂട്ടർ അത് ലോകാവസാനത്തിലേക്ക് നയിക്കുമെന്ന് കരുതി, അല്ലേ? ലോകാവസാനം, റോൺ, അതാണ് അവർ പറഞ്ഞത്. എന്നിട്ട് അത് ഒന്നിനും കാരണമായില്ല. അത് ഞാൻ വാഗ്ദാനം ചെയ്ത ഒരു കാര്യത്തിലേക്കാണ് ആ തീരുമാനം നയിച്ചത്. അത് ജൂതജനതയ്ക്കും മറ്റു പലർക്കും വളരെ ജനപ്രിയമായ ഒരു കാര്യമായി തീർന്നു. ഞാൻ ഗോളൻ കുന്നുകളിന്മേലുള്ള ഇസ്രായേലിൻ്റെ പരമാധികാരം അംഗീകരിച്ചു. കൂടാതെ അഴിമതി നിറഞ്ഞ യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിക്കുള്ള നികുതിദായകരുടെ ധനസഹായം ഞാൻ വെട്ടിക്കുറച്ചു. ബൈഡന് ഇതെല്ലാം ചെയ്യാൻ കഴിയുമായിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് അത് ഒന്നും തന്നെ ചെയ്യാൻ കഴിയുമായിരുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല. മറ്റു പലർക്കും ഇതെല്ലാം ചെയ്യാൻ കഴിയുമായിരുന്നുവെന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ അത് സത്യം പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ ചെയ്തത്. ഹൃദയത്തിൽ നിന്നായിരിക്കണം അതെല്ലാം, അല്ലെങ്കിൽ നിങ്ങൾ കുഴപ്പത്തിലാകും. എന്നാൽ ആ അഴിമതി നിറഞ്ഞ യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസിക്കുള്ള നികുതിദായകരുടെ ധനസഹായം ഞാൻ വെട്ടിക്കുറച്ചത് ഞാൻ ചെയ്യുമെന്ന് ആരും കരുതിയിരുന്നില്ല. കൂടാതെ ബറാഖ് ഹുസൈൻ ഒബാമയും ബൈഡനും ഇസ്രായേലിന് മേൽ അടിച്ചേൽപ്പിച്ച ഭീകരമായ ഇറാൻ ആണവ കരാറിൽ നിന്ന് ഞാൻ പിന്മാറുകയും ചെയ്തു. ബൈഡന് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോഴും അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് ഞാൻ ഒട്ടും തന്നെ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ അതെന്താണ് എന്ന് അദ്ദേഹം മറുപടി പറയും. കൂടാതെ നമ്മൾ ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണ ശേഷി ഇല്ലാതാക്കി. റിപ്പീറ്റ്. ബൈഡന് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോഴും അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ അതെന്താണ് എന്ന് അദ്ദേഹം മറുപടി പറയും. കൂടാതെ നമ്മൾ ഇറാൻ്റെ ആണവ സമ്പുഷ്ടീകരണ ശേഷി ഇല്ലാതാക്കി. അതുവഴി അവർക്ക് ആണവായുധം നേടുന്നത് അസാധ്യമാക്കി. ഒരുപക്ഷെ 2 മാസത്തിനുള്ളിൽ അവർക്ക് അത് ലഭിക്കുമായിരുന്നു. എന്നാൽ കൂടിയും ഇസ്രായേലിൻ്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്യാൻ ഞാൻ ഒരിക്കലും തുനിഞ്ഞില്ല. ഇതെല്ലാം കൊണ്ടും ഇസ്രായേലികൾ പറയുന്നത് ഡൊണാൾഡ് ട്രംപിനേക്കാൾ മികച്ച ഒരു പ്രസിഡന്റും ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ്. ബിബിയും ഞാനും തമ്മിൽ ദീർഘവും ശക്തവുമായ ഒരു സംഭാഷണം നടത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അതിന് സമയമായി എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതെ, സമയമായി. ചരിത്രം അത് കാണിച്ചിരിക്കുന്നു. ഇസ്രായേലിലെ ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നു. മധ്യപൂർവ്വദേശത്തെ ജനങ്ങൾ അത് വളരെയേറെ പ്രതീക്ഷിക്കുന്നു. ഇസ്രായേലിൻ്റെ ശത്രുക്കൾ പോലും അത് ആഗ്രഹിക്കുകയാണ്. എന്നാൽ അവർക്ക് ഇപ്പോൾ അധികം ശത്രുക്കളില്ല. നിങ്ങൾക്കറിയാമോ, നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിനോട് അവർ പോരാടുന്ന രീതിക്ക്
അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വലിയ ബഹുമാനം ഇപ്പോൾ കൽപ്പിക്കുന്നുണ്ട്. ഞാൻ ഉൾപ്പെടെ എനിക്ക് ബഹുമാനമുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും ബഹുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. ചരിത്രം നമ്മെ പഠിപ്പിച്ചത് ഇസ്രായേലുമായി ബന്ധമുള്ളവർ അഭിവൃദ്ധി പ്രാപിച്ചതാണ്. എന്നാൽ ഇസ്രായേലിനെ നശിപ്പിക്കാനും ഇല്ലാതാക്കാനും വിഭവങ്ങൾ, ശ്രദ്ധയും ചരിത്രം നമ്മെ പഠിപ്പിച്ചത് ഇസ്രായേലുമായി ബന്ധമുള്ളവർ അഭിവൃദ്ധി പ്രാപിച്ചതാണ്. എന്നാൽ ഇസ്രായേലിനെ നശിപ്പിക്കാനും ഇല്ലാതാക്കാനും വിഭവങ്ങളും ശ്രദ്ധയും ചെലവഴിച്ചവരോ ക്ഷയിച്ചു പോയിട്ടുണ്ട്. അവർക്ക് ആർക്കും തന്നെ നന്നായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ ഇനി എങ്ങോട്ടും പോകുന്നില്ല. അവർ ഈ മേഖലയിലെ മറ്റു ജനങ്ങളുമായും മറ്റു രാജ്യങ്ങളുമായും സഹകരിച്ച് ജീവിക്കാൻ പോവുകയാണ്. സിറിയ മുതൽ ലെബനൻ വരെ, സൗദി അറേബ്യ വരെ ഒരു പുതിയ മധ്യപൂർവ്വ ദേശത്തിൻ്റെ വാഗ്ദാനം നമ്മുടെ കയ്യെത്തും ദൂരത്താണ്. ഇതാണ് യഥാർത്ഥ സമാധാനത്തോട് നമ്മൾ എത്തിച്ചേർന്ന ഏറ്റവും അടുത്ത സമയം. വ്യാജ സമാധാനമല്ല, രാഷ്ട്രീയ വിഡ്ഢികളുടെ സമാധാനവുമല്ല. ഈ ബുദ്ധിമുട്ടുള്ള പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ലോകത്തിലെ ഈ വിശാലമായ മേഖലയിലുള്ള എല്ലാവർക്കുമുള്ള അവസരങ്ങൾ പരിധിയില്ലാത്തതാണ്. എബ്രഹാം ഉടമ്പടികൾ കാണിക്കുന്നത് എല്ലാ രാജ്യങ്ങളും ആശയവിനിമയം നടത്തുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും പുതിയ അവസരങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് മെച്ചമുണ്ടാകുന്നു എന്നാണ്. ജാരദ്, സ്റ്റീവ്, സൂസി, മാർക്കോ, ജാദ്, നമുക്ക് മഹത്തായ ആളുകളുണ്ട്. നിങ്ങൾ മറ്റു രാജ്യങ്ങളെയും ഇതിൽ കൊണ്ടുവരാൻ കഠിനാധ്വാനം ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അവർക്ക് ഇനി ഒഴിവുകഴിവുകളൊന്നുമില്ല. അതെ, ഇനി ഒരു ഒഴിവുകഴിവുമില്ല. അവർ എല്ലാം അല്പം മടിച്ചു നിന്നിരുന്നു. ഇപ്പോൾ 4 രാജ്യങ്ങൾ കൂടി ഇതിൽ വന്നതിന് ഞാൻ അവർക്ക് വലിയ ക്രെഡിറ്റ് നൽകുകയാണ്. അവർ അവിശ്വസനീയമാം വിധം ഇപ്പോൾ നന്നായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ ഇന്ന് മേഖലയിൽ കൂടുതൽ ധാരണ കൈവരാൻ നമ്മൾ മറ്റൊരു സുപ്രധാന ചുവടുവയ്പും നടത്തിയിരുന്നു. അത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അല്പം മുമ്പ് ഓവൽ ഓഫീസിൽ വെച്ച് ഞങ്ങൾ പ്രധാനമന്ത്രി അൽ താനിയുമായി ഒരു ചരിത്രപരമായ ഫോൺ സംഭാഷണം നടത്തി. അദ്ദേഹം വളരെ മഹാനായ ഒരു വ്യക്തിയാണ്. അതിനാൽ ഞങ്ങളൊരു നല്ല സംഭാഷണം അദ്ദേഹവുമായി നടത്തി. ഞാൻ ഫോണിൽ ഉണ്ടായിരുന്നു. ബിബി അദ്ദേഹവുമായി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഖത്തറിലെ പ്രധാനമന്ത്രി അൽ താനിക്ക് ഹൃദയം നിറഞ്ഞ ഒരു സംഭാഷണമാണ് നടത്താൻ സാധിച്ചത്. അതെ, അതൊരു മികച്ച സംഭാഷണമായിരുന്നു. വളരെയധികം ഉൽപാദനക്ഷമമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇതെല്ലാം വിജയകരമാകാൻ ആവശ്യമായതെല്ലാം അതിലുണ്ടായിരുന്നു. ആ ഫോൺ സംഭാഷണം നടത്തിയ ബിബിയോടും ആ പ്രധാനമന്ത്രിയോടും ഞാൻ നന്ദി പറയുന്നു. വളരെ അതിശയകരമായിരുന്നു. പരസ്പര സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും തെറ്റിദ്ധാരണകൾ തിരുത്തുന്നതിനും ഭാവിയിൽ ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ ഒഴിവാക്കുന്നതിനും ഒരു സംഭാഷണം ആരംഭിക്കുന്നതിനായി ഇസ്രായേൽ, ഖത്തർ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവർ തമ്മിൽ ഒരു ഔദ്യോഗിക ത്രികക്ഷി സംവിധാനം ആരംഭിക്കാൻ ഞങ്ങൾ സമ്മതം നൽകി. കൂടാതെ ഖത്തറിനോടും അതിൻ്റെ നേതൃത്വത്തോടും അമീറിനോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അദ്ദേഹം അസാമാന്യമായ വ്യക്തിത്വത്തിന് ഉടമയാണ്. ഇനി ഞാൻ അദ്ദേഹത്തിൻ്റെ പൊതുജന സമ്പർക്ക ഉദ്യോഗസ്ഥനാകാൻ വരെ പോവുകയാണ് എന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തെ പലരും അറിയുന്നതിൽ നിന്ന് വ്യത്യസ്തമായി എനിക്കറിയാം. അദ്ദേഹം സമാധാനം ആഗ്രഹിക്കുന്നു. അദ്ദേഹം സമാധാനം പുലർന്നു കാണാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ ജനങ്ങളും. അവർ മധ്യസ്ഥത വഹിച്ചപ്പോൾ ആ നിർണായക പങ്ക് അവർ ശരിക്കും അംഗീകരിക്കുന്നുണ്ട്. നമ്മളിപ്പോഴും പൂർണ്ണമായിട്ടില്ല. നമ്മൾക്ക് ഹമാസിനെ ഒതുക്കണം. അവർക്ക് അത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് നമ്മളിന്ന് മുന്നോട്ട് വെച്ച പദ്ധതിയുടെ നിബന്ധനകളെല്ലാം തന്നെ അംഗീകരിക്കാൻ ഹമാസിന് സമയമായി. വീണ്ടും പറയുന്നു, അമേരിക്ക കൈകാര്യം ചെയ്തിരുന്ന രീതി ഇങ്ങനെയല്ല എന്ന് ഹമാസിന് അറിയാം. അങ്ങനെ നോക്കിയാൽ വളരെ വ്യത്യസ്തമാണത്. കാരണം 20,000-ലധികം പേർ കൊല്ലപ്പെട്ടു. അവരുടെ നേതൃത്വം തന്നെ 3 തവണ ഇല്ലാതായി. അതിനാൽ നമ്മൾ കഴിഞ്ഞ 4-5 വർഷമായി കൈകാര്യം ചെയ്തിരുന്ന ആളുകളിൽ നിന്ന് ഇപ്പോൾ വ്യത്യസ്ത ആളുകളുമായിട്ടാണ് ഈ ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇടപെടുന്നത്. എല്ലാവരും അവരവരുടെ പങ്ക് ചെയ്തു. നല്ല വിശ്വാസത്തോടെ മേശക്കരികിൽ വന്നു. നമ്മുടെ അറബ് മുസ്ലിം പങ്കാളികൾ ഗാസയിലെ ജനങ്ങൾക്കും മുഴുവൻ മേഖലയ്ക്കും വേണ്ടി തങ്ങളുടെ പ്രതിബദ്ധതകൾ നിറവേറ്റാൻ പൂർണ്ണമായും തയ്യാറായി. ഇനി അവർ മുന്നോട്ട് വരാനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും തയ്യാറാണ്. അവർ ശരിക്കും തയ്യാറാണ്. ധാരാളം നല്ല ആളുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അക്രമത്തിനും നാശത്തിനും അറുതി കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും യുദ്ധം അവസാനിപ്പിക്കാനും നമ്മുടെ ബന്ദികളെ ഇപ്പോൾ തിരികെ ലഭിക്കാനും ശാശ്വതമായ സമാധാനം ഉണ്ടാകാനും വേണ്ടി ഈ അങ്ങേയറ്റം ന്യായമായ നിർദ്ദേശം അംഗീകരിക്കാൻ ഹമാസിനോട് ആവശ്യപ്പെടുന്നതിൽ ഒറ്റക്കെട്ടായിരിക്കണം. ബോർഡ് ചെയർമാൻ എന്ന നിലയിൽ എല്ലാവരുമായി ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
ഞാനും ഇതിൽ പങ്കാളിയാകും. കൂടാതെ നമ്മൾ സമയം പാഴാക്കാതെ ഈ സമാധാന കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിനായി അവിടെ പ്രവർത്തിക്കുന്ന വളരെ സമർത്ഥരായ ചില ആളുകളുമായി കൂടിക്കാഴ്ചകളും നടത്തും. സമാധാനം കെട്ടിപ്പടുക്കുന്നതിനുള്ള ദൗത്യം എളുപ്പമായിരിക്കില്ല. ലോകത്തിലെ ഏറ്റവും പ്രയാസമേറിയ പ്രശ്നങ്ങളിൽ ചിലതാണിത്. അതുകൊണ്ടാണ് ഇത് ഇത്രയും നൂറ്റാണ്ടുകളായി തുടരുന്നത്. എന്നാൽ ശ്രമിക്കാതിരിക്കാനും കഴിയില്ല. കാരണം ഒരുപാട് ജീവിതങ്ങൾ അപകടത്തിലാണ്. ഇതൊരു ശ്രമം മാത്രമല്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ മിക്കവാറും എല്ലാ രാജ്യങ്ങളും ശക്തമായ രാജ്യങ്ങളാണ്. ധാരാളം പണമുള്ളവരാണ്. പണത്തിന് പല കാര്യങ്ങളും സാധ്യമാക്കാൻ കഴിയും. പല രാജ്യങ്ങളും ഇതിനെല്ലാം ശ്രമിക്കുന്നു. പക്ഷെ അവർക്ക് പണമില്ല. കാര്യങ്ങൾ സാധ്യമാക്കാൻ കഴിയുന്ന വളരെ സമ്പന്നമായ രാജ്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞവരെല്ലാം. അതുകൊണ്ട് ഒരുമിച്ച് ഇസ്രായേൽ ഉൾപ്പെടെ എല്ലാവർക്കും വേണ്ടി നമ്മൾ കൂടുതൽ സുരക്ഷിതവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നതുമായ ഒരു ഭാവി രൂപപ്പെടുത്തും. ഒരിക്കൽ കൂടി പ്രധാനമന്ത്രി നെതന്യാഹുവിന് അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തത്തിന് ഞാൻ നന്ദി പറയുന്നു. ഞാൻ എല്ലാ നേതാക്കന്മാർക്കും, രാജാക്കന്മാർക്കും, അമീർമാർക്കും, പ്രസിഡന്റുമാർക്കും, പ്രധാനമന്ത്രിമാർക്കും, ഞാൻ പേര് പറഞ്ഞ ആളുകൾക്കും എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ കഴിയുന്നത് തികച്ചും അതിശയകരമാണ്. എല്ലാം വളരെ വേഗത്തിലാണ് സംഭവിച്ചത്. യുണൈറ്റഡ് നേഷൻസിലേക്ക് പോകുന്നതിന് 2 ആഴ്ച മുമ്പ് എനിക്ക് ഒരുപാട് മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനും 2 ആഴ്ച മുമ്പ് ഞങ്ങൾക്ക് ചില അപ്രതീക്ഷിതമായ മീറ്റിങ്ങുകൾ വന്നു. ഇതെല്ലാം ഒരുമിച്ച് കൂടി വന്നു. അങ്ങനെ ഇതെല്ലാം സംഭവിച്ചു. എല്ലാവരും അതിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഞങ്ങൾക്കിതിൽ ഒരു പങ്കാളിത്തവും വേണ്ട എന്ന് പറയുന്ന ആരെയും എനിക്കറിയില്ല. ഇത് അതിൽ നിന്നും വിപരീതമാണ്. കൂടാതെ ഞാൻ നിങ്ങളോട് പറയട്ടെ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, എന്തിന് 1 വർഷം മുമ്പ് പോലും നമുക്ക് ഇത്തരത്തിലുള്ള ഓരോ പങ്കാളിത്തങ്ങൾ ലഭിക്കുമായിരുന്നെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ഞാൻ വന്ന ശേഷമുള്ള ഇത്തരം പങ്കാളിത്തങ്ങൾ വളരെ അതിശയകരമാണ്. 100% എല്ലാവരും അതിൻ്റെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ ആ ശക്തമായ രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി സമാധാനം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. ബിബി, അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ കിരീടത്തിൽ വയ്ക്കാൻ ഒരു പൊൻതൂവൽ നൽകുന്ന നേട്ടമായിരിക്കും ഇതെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ വന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ വളരെയധികം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം. വളരെ നന്ദി മിസ്റ്റർ പ്രസിഡന്റ്. ആദ്യമായി വൈറ്റ് ഹൗസിൽ ഒരിക്കൽ കൂടി എനിക്ക് ആദരവോടെ ആതിഥേയത്വം നൽകിയതിന് ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുന്നു. രണ്ടാമതായി, നിങ്ങളുടെ സൗഹൃദത്തിനും നേതൃത്വത്തിനും ഞാൻ നന്ദി പറയുകയാണ്. ജെറുസലേം മുതൽ ടെഹ്റാൻ വരെ, ഗോളൻ കുന്നുകൾ മുതൽ ഗാസ വരെ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും ആവർത്തിച്ച് തെളിയിച്ചു കൊടുത്തു. വൈറ്റ് ഹൗസിൽ ഇസ്രായേലിന് ഇന്നുവരെ ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ സുഹൃത്താണ് നിങ്ങൾ, ട്രംപ്. മിസ്റ്റർ പ്രസിഡന്റ്, നിങ്ങൾക്കും എനിക്കും അറിയാം, ഇങ്ങനെ ഒരു കാര്യത്തിന് അടുത്തു പോലും മറ്റാരും എത്തിയിട്ടില്ല. നിങ്ങൾ രാജ്യത്ത് മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ വിദേശത്തെ നേതൃത്വം ലോകത്തെ നല്ലതിലേക്ക് മാറ്റുകയാണ്. യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നു, സമാധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും മധ്യപൂർവ്വദേശത്ത്, പ്രത്യേകം പറഞ്ഞാൽ മധ്യപൂർവ്വദേശത്തിനുമപ്പുറം വളരെ പ്രധാനപ്പെട്ട മുസ്ലിം രാജ്യങ്ങളിലും സമാധാനം ഗണ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും നമ്മൾ ഇന്ന് ഒരു നിർണായക ചുവടുവയ്പ് നടത്തുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിങ്ങളുടെ നേതൃത്വത്തിലുള്ള പദ്ധതിയെ ഞാൻ പിന്തുണയ്ക്കുന്നു. അത് ഞങ്ങളുടെ യുദ്ധലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതാണ്. ഇത് ഞങ്ങളുടെ എല്ലാ ബന്ദികളെയും ഇസ്രായേലിലേക്ക് തിരികെ കൊണ്ടുവരും. ഹമാസിൻ്റെ സൈനിക ശേഷി ഇല്ലാതാക്കും. ഹമാസിൻ്റെ രാഷ്ട്രീയ ഭരണം ഈ ഉടമ്പടി അവസാനിപ്പിക്കും. കൂടാതെ ഗാസ ഇനി ഒരിക്കലും ഇസ്രായേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പുവരുത്തും. ഞങ്ങളുടെ അവിശ്വസനീയമാംവിധം ധീരരായ സൈനികരുടെ ധൈര്യവും ത്യാഗവുമില്ലാതെ നമുക്ക് ഈ വഴിത്തിരിവ് നേടാൻ കഴിയില്ലായിരുന്നു. അവർ ഇസ്രായേൽ ജനതയെ സംരക്ഷിക്കാൻ സിംഹങ്ങളെപ്പോലെ പോരാടുന്നവരാണ്. കൂടാതെ നാഗരികതയും ക്രൂരതയും തമ്മിലുള്ള യുദ്ധത്തിൽ അവർ മുൻനിരയിൽ സേവനം ചെയ്യുന്നുണ്ട്. മിസ്റ്റർ പ്രസിഡന്റ്, നമ്മുടെ 2 രാജ്യങ്ങൾ തോളോട് തോൾ ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ അസാധ്യമായത് എന്തും നേടും. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ, ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്നിവയിൽ ഇറാൻ്റെ ആണവ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്കെതിരെ നമ്മൾ നിർണായകമായ പ്രഹരം ഏൽപ്പിച്ചിരുന്നു. ആ ബീറ്റുകൾ അയക്കാനുള്ള നിങ്ങളുടെ ധീരമായ തീരുമാനം
ഈ മേഖലയെയും ലോകത്തെയും കൂടുതൽ സുരക്ഷിതമാക്കി. ഇപ്പോൾ നിങ്ങളുടെ നേതൃത്വത്തിൽ നമ്മൾ യുദ്ധത്തിൽ വിജയിക്കാനും സമാധാനം വികസിപ്പിക്കാനുമുള്ള അടുത്ത നിർണായക ചുവടുവയ്പ് നടത്തുകയാണ്. യുദ്ധം അവസാനിക്കുന്നതിനും ഹമാസിന് അന്ത്യം കുറിച്ചുള്ള ദിവസത്തിനുമായി എൻ്റെ സർക്കാർ നിശ്ചയിച്ച 5 തത്വങ്ങൾക്ക് അനുസൃതമാണ് നിങ്ങളുടെ ഈ പദ്ധതി. ഹമാസിന് അന്ത്യം കുറിച്ചു കഴിഞ്ഞുള്ള നിങ്ങളുടെ പദ്ധതി എന്താണെന്നല്ലേ? ക്യാബിനറ്റിൽ എല്ലാവരും അത് ചോദിച്ചു. ഇതാ ക്യാബിനറ്റിൽ പാസാക്കിയ ഞങ്ങളുടെ പദ്ധതി. ഞങ്ങളുടെ എല്ലാ ബന്ദികളെയും, ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും എല്ലാവരെയും ഉടൻ വീട്ടിൽ തിരികെ കൊണ്ടുവരും. ഹമാസിനെ നിരായുധീകരിക്കും. ഗാസയെ സൈനികരഹിതമാക്കും. ഇസ്രായേൽ സുരക്ഷാ ഉത്തരവാദിത്തം നിലനിർത്തും. അതിൽ ഒരു സുരക്ഷാ ചുറ്റളവും ഉൾപ്പെടുന്നു. ഇത് സമീപ ഭാവിയിലേക്കാണ്. അവസാനമായി, ഗാസയിൽ ഹമാസോ പലസ്തീൻ അതോറിറ്റിയോ ഭരിക്കാത്ത ഒരു സമാധാനപരമായ സിവിലിയൻ ഭരണം നിലവിൽ വരണം. ഹമാസ് നിങ്ങളുടെ പദ്ധതി അംഗീകരിക്കുകയാണെങ്കിൽ മിസ്റ്റർ പ്രസിഡന്റ്, ആദ്യപടിയായി ഒരു ചെറിയ തോതിലുള്ള പിൻവാങ്ങലും തുടർന്ന് 72 മണിക്കൂറിനുള്ളിൽ തന്നെ ഞങ്ങളുടെ എല്ലാ ബന്ദികളെയും വിട്ടയക്കുന്നതുമായിരിക്കും. അടുത്ത ഘട്ടം ഹമാസിനെ പൂർണ്ണമായി നിരായുധീകരിക്കുന്നതിനും ഗാസയെ സൈനികരഹിതമാക്കുന്നതിനും ചുമതലപ്പെടുത്തിയ ഒരു അന്താരാഷ്ട്ര സമിതി സ്ഥാപിക്കുന്നതായിരിക്കും. മിസ്റ്റർ പ്രസിഡന്റ്, ഈ സമിതിയെ നയിക്കാനുള്ള നിങ്ങളുടെ സന്നദ്ധതയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് ചെയ്യാനുണ്ട്. ഇത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കൂടാതെ നൽകിയിട്ടുള്ള എല്ലാ പ്രതിബദ്ധതകളും കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഇത് എല്ലാവർക്കും നൽകുന്ന ആത്മവിശ്വാസം ഇപ്പോൾ പ്രതിഫലിച്ച് കാണുന്നുണ്ടല്ലോ. നിങ്ങൾ ഇത് ഏറ്റെടുക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ദിശയിലേക്ക് എല്ലാം ഒഴുകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി വളരെയധികം സഹായിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ ഈ അന്താരാഷ്ട്ര സമിതി വിജയിക്കുകയാണെങ്കിൽ നമ്മൾ യുദ്ധം ശാശ്വതമായി തന്നെ അവസാനിപ്പിക്കും. ഇസ്രായേൽ നിരായുധീകരണത്തിൻ്റെയും സൈനികരഹിതമാക്കലിൻ്റെയും അളവനുസരിച്ച് കൂടുതൽ പിൻവാങ്ങലുകൾ നടത്തും. എന്നാൽ സമീപ ഭാവിയിലേക്ക് സുരക്ഷാ ചുറ്റളവിൽ തുടരുക തന്നെ ചെയ്യും. രക്തച്ചൊരിച്ചിലില്ലാതെ ഞങ്ങളുടെ എല്ലാ യുദ്ധലക്ഷ്യങ്ങളും കൈവരിക്കുന്ന ഈ കാര്യം എല്ലാവർക്കും സമാധാനപരമായി ചെയ്യാൻ ഒരു അവസരം നൽകുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇനി ഹമാസ് ഇത് നിരസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ അത് അംഗീകരിച്ചു എന്ന് നടിക്കുകയും എന്നിട്ട് അതിനെതിരെ എല്ലാം ചെയ്യുകയാണെങ്കിൽ മിസ്റ്റർ പ്രസിഡന്റ്, ഇസ്രായേൽ ഈ ജോലി ഒറ്റയ്ക്ക് തന്നെ പൂർത്തിയാക്കുന്നതായിരിക്കും. അത് ഞങ്ങൾ എളുപ്പവഴിയിലൂടെയോ കഠിന വഴിയിലൂടെയോ ചെയ്യാം, പക്ഷേ അത് ഒറ്റയ്ക്ക് തന്നെ ചെയ്തിരിക്കും. നമ്മൾ ആദ്യം എളുപ്പവഴി തിരഞ്ഞെടുക്കുന്നു, പക്ഷേ ഹമാസ് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാം ചെയ്യണം. ഈ ലക്ഷ്യങ്ങളെല്ലാം കൈവരിക്കണം. കാരണം ഹമാസ് ഗാസയിൽ വീണ്ടും വീണ്ടും ഈ ഭീകരമായ കൂട്ടക്കൊലകളിലൂടെ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ നിർത്തണം. ഞങ്ങൾ രക്തച്ചൊരിച്ചിലിൻ്റെ ഈ ഭയങ്കരമായ പോരാട്ടം തുടരാൻ താല്പര്യമുള്ളവരല്ല. ഞങ്ങളുടെ യുവജനങ്ങളുടെ ഏറ്റവും മികച്ചവരെ ബലി നൽകാനും ഇനി ഞങ്ങൾക്ക് താല്പര്യമില്ല. മിസ്റ്റർ പ്രസിഡന്റ്, പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനെതിരെ UN-ൽ നിങ്ങൾ നടത്തിയ വ്യക്തമായ മികച്ച പ്രസ്താവനയിൽ എനിക്ക് ആവേശം തോന്നിയിരുന്നു. ഒക്ടോബർ 7-ന് ശേഷം പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചാൽ അത് ഭീകരവാദത്തിന് പ്രതിഫലം നൽകുന്നതും സുരക്ഷയെ തുരങ്കം വയ്ക്കുന്നതും ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് തന്നെ വളരെയേറെ അപകടമുണ്ടാക്കുന്നതുമായ ഒരു ഫലമായിരിക്കും നൽകുക. ഫലസ്തീൻ അതോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം സമൂലവും യഥാർത്ഥവുമായ ഒരു പരിവർത്തനത്തിന് വിധേയമാകാതെ ഗാസയിൽ PAക്ക് ഒരു പങ്കുമുണ്ടാകില്ല എന്ന നിങ്ങളുടെ ഉറച്ച നിലപാടിനെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങളിപ്പോൾ സൂചിപ്പിച്ച നിങ്ങളുടെ 2020-ലെ സമാധാന പദ്ധതിയിൽ ആ പരിവർത്തനത്തിന് എന്താണ് ആവശ്യമെന്ന് നിങ്ങൾ വ്യക്തമാക്കി. അത് വെറും വാചകമല്ല, അതൊരു വെറും ചടങ്ങ് പൂർത്തിയാക്കലല്ല, അത് അടിസ്ഥാനപരമായ യാഥാർത്ഥ്യവും ശാശ്വതമായ ഒരു പരിവർത്തനവുമാണ്. അതിനർത്ഥം പണം നൽകി കൊലപ്പെടുത്തൽ, പ്ലേ ടു സ്ലേ അവസാനിപ്പിക്കുക, പലസ്തീൻ കുട്ടികളെ ജൂതന്മാരോടുള്ള വിദ്വേഷം പഠിപ്പിക്കുന്ന വിഷലിപ്തമായ പാഠപുസ്തകങ്ങൾ മാറ്റുക, മാധ്യമങ്ങളിലെ വിദ്വേഷ പ്രസംഗം അവസാനിപ്പിക്കുക, ICC-യിലും ICJ-യിലും ഇസ്രായേലിനെതിരായ നിയമയുദ്ധം അവസാനിപ്പിക്കുക, ജൂതരാഷ്ട്രത്തെ അംഗീകരിക്കുക, കൂടാതെ മറ്റ് നിരവധി പരിഷ്കാരങ്ങൾ എന്നിവയുണ്ട്. PA പുള്ളിപ്പുലി അതിൻ്റെ പാടുകൾ മാറ്റുമെന്ന് ഇസ്രായേലിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും വിശ്വാസമില്ല എന്നത് നിങ്ങൾക്ക് ഒരു അത്ഭുതമായിരിക്കില്ല. എന്നാൽ ഈ അത്ഭുതകരമായ പരിവർത്തനം നടത്തുന്നത് ഗാസയോ ഹമാസോ
പലസ്തീൻ അതോറിറ്റികളോ അല്ല. മറിച്ച് ഇസ്രായേലുമായി യഥാർത്ഥ സമാധാനത്തിന് പ്രതിജ്ഞാബദ്ധരായ ആളുകൾ ഭരിക്കുന്ന വരും വർഷങ്ങളിലേക്കുള്ള ഒരു പ്രായോഗികവും യാഥാർത്ഥ്യ ബോധമുള്ളതുമായ വഴി നിങ്ങളുടെ പദ്ധതി നൽകുന്നുണ്ട്. ഇത് ഗാസയ്ക്ക് ഒരു പുതിയ തുടക്കം മാത്രമല്ല, മുഴുവൻ മേഖലയ്ക്കും തന്നെ ഒരു പുതിയ തുടക്കമാവാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ നേതൃത്വത്തിൽ മിസ്റ്റർ പ്രസിഡന്റ്, 5 വർഷം മുമ്പ് നമ്മൾ സ്ഥാപിച്ച എബ്രഹാം ഉടമ്പടികൾക്ക് നമുക്ക് ഊർജം വീണ്ടെടുക്കാൻ കഴിയും. യഥാർത്ഥ ഹീബ്രുവിൽ അതിനെ അബ്രഹാം എന്നാണ് വിളിക്കുന്നത്. എബ്രഹാം നല്ലതാണ്. എബ്രഹാം നിങ്ങൾ എങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ. നിങ്ങളുടെ നേതൃത്വത്തിൽ മിസ്റ്റർ പ്രസിഡന്റ്, മിതത്വത്തെ തീവ്രവാദത്തെക്കാൾ തിരഞ്ഞെടുക്കുന്ന കൂടുതൽ അറബ് മുസ്ലിം രാജ്യങ്ങളിലേക്ക് നമുക്ക് അവയെ വികസിപ്പിക്കുവാൻ സാധിക്കും. ഇവിടെ ഒരു അവസരമുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇത് എളുപ്പമായിരിക്കില്ല, ഇത് കഠിനമാണ്. പക്ഷേ നമ്മൾ ഇക്കാര്യങ്ങളിൽ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ ആരും സ്വപ്നം പോലും കണ്ടിട്ടില്ലാത്ത സാധ്യതകൾ നമ്മൾ തുറക്കും. നമ്മൾ ഒരുമിച്ച് അവ സ്വപ്നം കാണുന്നു എന്ന് ഞാൻ കരുതുന്നു. മിസ്റ്റർ പ്രസിഡന്റ്, നിങ്ങൾ എന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതുപോലെ, ലോകത്തോട് തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളതുപോലെ, ഒക്ടോബർ 7 ഓർക്കുക. ഒക്ടോബർ 7 ഓർക്കുക. നമ്മളതെപ്പോഴും ഓർക്കുന്നു. ഒക്ടോബർ 7 ഭീകരത നമ്മൾ ഒരിക്കലും മറക്കില്ല. അവ വീണ്ടും സംഭവിക്കാതിരിക്കാൻ ആവശ്യമായതെല്ലാം നമ്മൾ ചെയ്യും. ഒക്ടോബർ 7 മുതൽ ഇസ്രായേലിൻ്റെ ശത്രുക്കൾ ഒരു കഠിനമായ സത്യം പഠിച്ചു. നമ്മളെ ആക്രമിക്കുന്നവർ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന സത്യം. എന്നാൽ നമ്മളുമായി പങ്കുചേരുന്നവർ തങ്ങളുടെ ജനങ്ങൾക്ക് പുരോഗതിയും സുരക്ഷയും മുന്നോട്ട് കൊണ്ടുപോകുന്നു. പ്രസിഡന്റ് ട്രംപ് ഇപ്പോൾ അത് പറഞ്ഞു. അത് ബൈബിളിലുമുണ്ട്. നിങ്ങളെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളെ ശപിക്കുന്നവർ ശപിക്കപ്പെടും. ബൈബിൾ പറയുന്നുണ്ടത്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നമുക്ക് അനുഗ്രഹങ്ങൾ വേണം. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ ആ ശാപം അവസാനിപ്പിക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. ഇപ്പോഴും നമ്മളത് പൂർത്തിയാക്കിയിട്ടില്ല. പക്ഷേ നമ്മൾ ഇനി ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ശാപം എന്നേക്കുമായി ഈ ലോകത്ത് നിന്ന് അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ ഘട്ടത്തിലെത്താൻ പരിശ്രമിച്ച നിങ്ങളുടെ മുഴുവൻ ടീമിനും ഞാൻ നന്ദി പറയുന്നു. ഇസ്രായേലിനെയും ഈ മേഖലയിലെ അറബ് രാജ്യങ്ങളെയും കൂടുതൽ അടുപ്പിക്കാൻ അക്ഷീണം പ്രവർത്തിച്ച സ്റ്റീവ് വിറ്റ്കോഫിനും ജാരദ് കുഷ്ണറിനും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ ഇന്ന് ഞങ്ങൾ ഖത്തറിലെ പ്രധാനമന്ത്രിയോട് ഒരു ഫോൺ കോൾ നടത്തി. ഞാൻ പറഞ്ഞു, ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഭീകരതയാണ്, ഖത്തറിനെ ലക്ഷ്യമിടുന്നില്ല. ഖത്തരി പൗരൻ്റെ നഷ്ടത്തിൽ ഞങ്ങളും ഖേദിക്കുന്നു. അത് ഞങ്ങളുടെ ലക്ഷ്യമേ ആയിരുന്നില്ല. കൂടാതെ പരസ്പരമുള്ള പരാതികൾ പരിഹരിക്കുന്നതിനായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇസ്രായേൽ, ഖത്തർ എന്നിവ ഉൾപ്പെടുന്ന ഒരു ത്രികക്ഷി സമിതിക്കുള്ള പ്രസിഡന്റ് ട്രംപിൻ്റെ നിർദ്ദേശത്തെ ഞാൻ വളരെയധികം അഭിനന്ദിക്കുന്നു. കുറച്ച് പരാതികളുണ്ട്, പക്ഷേ നമുക്കവ ലഘൂകരിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുവരാനോ കഴിയുമെങ്കിൽ അത് എല്ലാവർക്കും നല്ലതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. എല്ലാത്തിനുമുപരി ഈ മഹത്തായ ടീമിനും ഇത് ചെയ്ത നിരവധി സഹായികൾക്കും ഞാൻ നന്ദി പറയുകയാണ്. മിസ്റ്റർ പ്രസിഡന്റ്, നിങ്ങളുടെ നേതൃത്വത്തിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കും മധ്യപൂർവ്വ ദേശത്തിൻ്റെ മുഖം മാറ്റാൻ കഴിയുമെന്ന് ചരിത്രം ഇതിനകം കാണിച്ചിരിക്കുന്നു. ഇന്ന് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിങ്ങളുടെ പദ്ധതി ഉടൻ തന്നെ അങ്ങനെ ചെയ്യുമെന്നും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത് ഞങ്ങളുടെ ബന്ദികളെ മോചിപ്പിക്കും, ഗാസയിലെ ഹമാസിൻ്റെ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കും, കൂടാതെ നമ്മുടെ മേഖലയിലെ ജനങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഒരു ഭാവിക്ക് വേണ്ടിയും വഴിയൊരുക്കും. നന്ദി മിസ്റ്റർ പ്രസിഡന്റ്. ദൈവം അമേരിക്കയെ അനുഗ്രഹിക്കട്ടെ. ദൈവം ഇസ്രായേലിനെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ഒഴിച്ചുകൂടാനാവാത്ത സഖ്യത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. എബ്രായ ഭാഷയിൽ ഞാൻ കൂട്ടിച്ചേർക്കട്ടെ. ഇതെല്ലാം ജീവിതത്തിൻ്റെ പുസ്തകത്തിൽ ഒരു ദൈവനിയോഗമായി ആലേഖനം ചെയ്യപ്പെടട്ടെ. നന്ദി. വളരെ നന്ദി ബിബി. ഈ സമാധാന ഉടമ്പടിയുടെ രേഖകൾ ഒപ്പിടുന്നതിനും എല്ലാവരെയും ഒരേ വരിയിൽ കൊണ്ടുവരുന്നതിനും നമ്മൾ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വേളയിൽ കൂടുതൽ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരിൽ നിന്ന് സ്വീകരിക്കുന്നത് ശരിയല്ലായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. രാജ്യത്തെക്കുറിച്ച്, നമ്മുടെ രാജ്യത്തെ തുറന്നു വയ്ക്കുന്ന ആശയങ്ങളെക്കുറിച്ച് ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ 2 ഡെമോക്രാറ്റുകളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, അവരും ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഒന്നാമത്, അവരുടെ ആശയങ്ങൾ അത്ര നല്ലതല്ല. അത് നമ്മുടെ രാജ്യത്തിനെ വളരെ മോശമായിട്ടാണ് ഭവിക്കുന്നത്. അതിനാൽ അവർ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നമ്മൾ പരിശോധിക്കും. വീണ്ടും പറയുന്നു,
ഇന്ന് നടന്നത് ശരിക്കും ചരിത്രപരമായിരുന്നു. അതിശയകരമായ ഒരു കാര്യമായിരുന്നു. ബിബി, ഇനിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഇനി ഒപ്പിടലുകൾക്കായി കാത്തിരിക്കുമ്പോഴും ഇതിലുൾപ്പെട്ട നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള അംഗീകാരങ്ങൾക്കായി കാത്തിരിക്കുമ്പോഴും നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ മാധ്യമപ്രവർത്തകരിൽ നിന്ന് കേൾക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു സൗഹൃദ ഇസ്രായേലി റിപ്പോർട്ടറിൽ നിന്ന് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ കേൾക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഇവിടെ ഒരാൾ ഉണ്ടെങ്കിൽ പക്ഷേ മിസ്റ്റർ പ്രസിഡന്റ്, അതൊരു വളരെ കഠിനമായ ഒരു നിർദ്ദേശം കൂടിയാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് ധാരാളം സമയം ലഭിക്കുമല്ലോ. നിങ്ങളുടെ സഹജവാസന അനുസരിച്ച് മുന്നോട്ട് പോകാം എന്ന് ഞാൻ കരുതുന്നു. നമുക്കാദ്യം ഈ പ്രശ്നം പരിഹരിക്കാം, എന്നിട്ടാവാം ചോദ്യങ്ങൾ. എല്ലാവർക്കും നന്ദി, വളരെയധികം നന്ദി. Thank you very much, David. Thank you.